നമസ്കാരം. ആദ്യം പ്രധാന വാർത്തകൾ. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സാധാരണക്കാരുടെ ഹൃദയത്തിന്റെ പൊന്ന്. ഇനി മുതൽ തൃശൂർ MG റോഡിലും. കൗമാര കലാപൂരത്തിന് ബുധനാഴ്ച പൂരനഗരിയിൽ തിരശ്ശീല ഉയരും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കും. സമഗ്ര കവറേജുമായി TCV. സ്വർണ്ണക്കപ്പ് ഘോഷയാത്രയ്ക്ക് കലാനഗരിയിൽ ആവേശ സ്വീകരണം. സ്വർണ്ണക്കപ്പ് ഘോഷയാത്രയിൽ അണിനിരന്ന വിദ്യാർത്ഥികളും ജനപ്രതിനിധികളും. വരദനപ്പള്ളി തോട്ടുമുഖം ലിഫ്റ്റ് ഇറിഗേഷന്റെ കോൺക്രീറ്റ് കനാൽ തകർന്നു. പ്രദേശത്തെ പറമ്പുകളിലേക്ക് വെള്ളം ഒഴുകിയെത്തി. നിർമ്മാണത്തിലെ അപാകതയാണ് കനാൽ തകരാൻ കാരണമെന്ന് ആക്ഷേപം. കുണ്ടന്നൂർ മാവിൻചുവട് പരിസരത്ത് പൊന്തക്കാട് വൃത്തിയാക്കുന്നതിനിടയിൽ 5 പേർക്ക് കടന്നൽ കുത്തേറ്റു. സാരമായി പരിക്കേറ്റ 3 പേരെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മത്സ്യബന്ധന നിയന്ത്രണ നിയമം ലംഘിച്ച് അനധികൃത മത്സ്യബന്ധനം നടത്തിയ ബോട്ട് ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് സംഘം പിടികൂടി. ബോട്ടുടമയിൽ നിന്ന് 90,000 രൂപ പിഴ ഈടാക്കി. വാർത്തകൾ വിശദമായി. 5 ദിവസം നീണ്ടു നിൽക്കുന്ന 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് പൂരനഗരിയിൽ ബുധനാഴ്ച തിരിതെളിയും. 25 വേദികളിലായി 250 ഇനങ്ങളിലായി 15,000-ഓളം കലാപ്രതിഭകൾ മാറ്റുരയ്ക്കുന്ന കലോത്സവം രാവിലെ 10-ന് തേക്കിൻകാട് മൈതാനിയിലെ പൂരപ്രദർശന നഗരിയിലെ പ്രധാന വേദിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. കലോത്സവത്തിന് തുടക്കം കുറിച്ച് രാവിലെ 9-ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ NSK ഉമേഷ് പതാക ഉയർത്തും. ഉദ്ഘാടന ചടങ്ങിന് മുന്നോടിയായി തിരുവമ്പാടി പാറമേക്കാവ് വിഭാഗങ്ങൾ ഒരുക്കുന്ന പാണ്ടിമേളം അരങ്ങേറും. തിരുവമ്പാടി പാറമേക്കാവ് വിഭാഗങ്ങളുടെ മേളപ്രമാണിമാർ പാണ്ടിമേളത്തിന് പ്രാമാണികത്വം വഹിക്കും. കേരള കലാമണ്ഡലത്തിലെ വിദ്യാർത്ഥികൾ രംഗപൂജ അവതരിപ്പിക്കും. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V. ശിവൻകുട്ടി ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. പൂർണ്ണമായും ഹരിതചട്ടം പാലിച്ചുകൊണ്ടായിരിക്കും കലോത്സവം അരങ്ങേറുക. പൂരനഗരി ഇനി സകല കലാനഗരിയായി മാറും. കലോത്സവം 18-ന് സമാപിക്കും. സമാപന സമ്മേളനത്തിൽ മോഹൻലാൽ മുഖ്യാതിഥിയായിരിക്കും. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിനുള്ള ആദ്യ സംഘം വിദ്യാർത്ഥികൾക്ക് തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ ഉജ്ജ്വല സ്വീകരണം നൽകി. തിരുവനന്തപുരം ആറ്റിങ്ങൽ KTCT HSSലെ വിദ്യാർത്ഥി അധ്യാപക സംഘത്തിനാണ് റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം ഒരുക്കിയത്. പൊതുവിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി, റവന്യൂ മന്ത്രി K. രാജൻ, മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ, P. ബാലചന്ദ്രൻ MLA, കളക്ടർ അർജുൻ പാണ്ഡ്യൻ, വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ വിദ്യാർത്ഥി സംഘത്തെ സ്വീകരിച്ചു. മുത്തുകുടകളും പുലിക്കളിയുമായാണ് വിദ്യാർത്ഥികളെ വരവേറ്റത്. തുടർന്ന് മന്ത്രി V. ശിവൻകുട്ടി വിദ്യാർത്ഥി സംഘത്തിന് പോകാനുള്ള ആദ്യ കലോത്സവ വണ്ടിയുടെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. കലോത്സവം തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സജ്ജമായി TCVയും. ബുധനാഴ്ച രാവിലെ ആരംഭിക്കുന്ന കലോത്സവം രാവിലെ 10 മുതൽ TCV തത്സമയം സംപ്രേഷണം ചെയ്യും. വിവിധ വേദികളിൽ നിന്നുള്ള പ്രധാന മത്സരങ്ങൾ പ്രേക്ഷകർക്ക് തത്സമയം കാണാം. പ്രധാന വേദിയായ സൂര്യകാന്തിക്ക് അടുത്തുള്ള TCV കലോത്സവ സ്റ്റുഡിയോയിൽ നിന്നും മത്സരാർത്ഥികളുടെ പ്രകടനങ്ങളും വിശേഷങ്ങളും പ്രേക്ഷകർക്ക് മുന്നിലെത്തും. കലാപൂരം എന്ന പേരിൽ TCV പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന കലോത്സവ വിരുന്നിനായി വിപുലമായ സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. കലോത്സവ വിജയികൾക്കുള്ള സ്വർണ്ണക്കപ്പിന് സാംസ്കാരിക നഗരിയിൽ ഊഷ്മളമായ വരവേൽപ്പ്. കാസർഗോഡ് നിന്നും ആരംഭിച്ച തലസ്ഥാന ജില്ലയും കടന്നാണ് 117.5 പവന്റെ സ്വർണ്ണക്കപ്പ് കലാനഗരിയിൽ എത്തിച്ചേർന്നത്. CMS സ്കൂളിൽ നൽകിയ സ്വീകരണത്തിന് ശേഷം സ്വരാജ് റൌണ്ടിലൂടെ ഘോഷയാത്രയായി സ്വർണ്ണക്കപ്പ് തേക്കിൻകാട് മൈതാനത്തെ പ്രധാന വേദിയിൽ എത്തി. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V. ശിവൻകുട്ടി, സംഘാടക സമിതി ചെയർമാൻ കൂടിയായ റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് K. രാജനും MLA K. രാമചന്ദ്രൻ, പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ NSK ഉമേഷ് എന്നിവർ ഉൾപ്പെടെയുള്ളവർ അണിനിരന്ന ഘോഷയാത്രയിൽ കുതിരയും വാദ്യമേളവും കാവടിയുമെല്ലാം അകമ്പടിയായി. വിവിധ വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ചടങ്ങിൽ പങ്കെടുത്തു. പര്യടനം പ്രധാന വേദിയിൽ പര്യവസാനിച്ചതോടെ സംഘാടകർ സ്വർണ്ണക്കപ്പ് ട്രഷറി ഉദ്യോഗസ്ഥർക്ക് കൈമാറി. കലോത്സവം കഴിയുന്നതുവരെ ജില്ലാ ട്രഷറിയിലാകും കപ്പ് സൂക്ഷിക്കുക. കലാപൂരത്തിന്റെ വിളംബരമറിയിച്ച് സ്വർണ്ണക്കപ്പ് കലാനഗരിയിലെത്തിയതോടെ അത്യാവേശത്തിലും അഭിമാനത്തിലുമാണ് തൃശൂരുകാരനായ പൊന്തേക്കൻ റാഫി. അതിന് കാരണം സ്വർണ്ണക്കപ്പിന്റെ നിർമ്മാണത്തിലെ പങ്കാളി കൂടിയായിരുന്നു റാഫി എന്നതാണ്.
അധികം ആർക്കും അറിയാതിരുന്ന റാഫിയുടെ പങ്കിനെ ദിവസങ്ങൾക്ക് മുൻപാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി തന്നെ കലോത്സവ വേദിയിൽ വെച്ച് പറഞ്ഞത്. സ്വർണ്ണക്കപ്പിന്റെ സ്വീകരണ ചടങ്ങിൽ പ്രധാന വേദിയിൽ വെച്ച് റാഫിയെ മന്ത്രി ആദരിച്ചു. സ്വർണ്ണക്കപ്പ് പൂരനഗരിയിലെത്തി, കലാനഗരിയിലെത്തി, പ്രധാന വേദിയിലും എത്തിയിരിക്കുകയാണ്. ഇതിനൊപ്പം ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ സ്വർണ്ണക്കപ്പ് നിർമ്മാണത്തിലെ പങ്കാളി കൂടിയായിട്ടുള്ള ഒരു തൃശ്ശൂരിന്റെ സ്വന്തം സ്വർണ്ണ വ്യാപാരി കൂടി നമ്മളൊപ്പം ഉണ്ട്. ചേട്ടാ, എങ്ങനെ ഒരു സന്തോഷം ഉണ്ട് ഈ സ്വർണ്ണക്കപ്പ് കലാനഗരിയിൽ എത്തിയപ്പോൾ? അളവുകളില്ലാതെ നിൽക്കുകയാണ്. അന്നത്തെ ഈ ഒരു പങ്കാളി കൂടിയാണ്. ആ ഒരു അനുഭവം എങ്ങനെയാണ്? നിർമ്മാണ ചുമതലയിലുണ്ടായിരുന്ന ഒരാളാണ്. 38 വർഷം മുമ്പ് ആണ് ഇത് ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതെങ്ങനെയാണ് അങ്ങയിലേക്ക് എത്തിയത്? അതിവിടെ പത്തനംതിട്ടയിലുള്ള ഒരു കടയിലാണ് ഓർഡർ. അപ്പം ഞാനവിടെ ചെറുതായി ആഭരണ നിർമ്മാണം പണിത് കൊടുക്കുന്ന ആളായിരുന്നു. അപ്പോൾ അവർ എന്നെ ചുമതല ഏൽപ്പിച്ചു. ഞാനത് വളരെ ബുദ്ധിമുട്ടി എൻ്റെ ആൾക്കാരെയൊക്കെ അന്വേഷിച്ച് പിടിച്ച് പണിത് കൊടുത്തതാണ്. വർഷങ്ങൾക്ക് മുമ്പ് ആണ് ഇത്തരത്തിലൊരു 117 പവൻ ഇതിലേക്ക് കപ്പിലേക്ക് എത്തുന്നത്. ഇപ്പം അതിൻ്റെ ഒരു പ്രാധാന്യം വളരെ വലുതാണ്. കാരണം ഇപ്പോൾ സ്വർണത്തിന് വില കൂടിയപ്പോൾ ഇതിൻ്റെ പ്രാധാന്യം ഭയങ്കര വലിയായി. കാരണം സ്കൂളിൽ നിന്ന് ചെറിയ ഫ്ലാഗ് കൊടുത്ത് ഉണ്ടാക്കിയ ആ ചെറിയ കാശിന് ഇന്ന് വിലമതിക്കാനാവാത്ത കോടികളുടെ വിലയായിട്ടുണ്ട്. ഇപ്പം നിലവിൽ നമ്മളാണ് തൃശ്ശൂർ ജില്ലയാണ് മുത്തവിട്ട് ഇരിക്കുന്നത്. ഇത് കൈവിട്ട് പോകുമോ ഇത്തവണ, അതോ നിലനിർത്തും? തന്നെയാണ്. പ്രത്യേകിച്ച് എല്ലാവരുടെയും നമ്മുടെ നാട്ടിൽ വന്ന് തിരിച്ചു കൊടുക്കുന്ന പ്രശ്നമില്ല. നമ്മൾ തന്നെ വാങ്ങിക്കും. അപ്പം ആ ഒരു ഇതിൽ സാക്ഷിയാകാനുള്ള ഭാഗ്യം ഉണ്ടാവുമെന്ന് കരുതുന്നു. 100% ഭാഗ്യത്തോടുകൂടി കിട്ടണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭാഗ്യത്തിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് നിൽക്കുന്നു. ഓക്കെ, അപ്പം അതാണ് ഇതിന്റെ നിർമ്മാണത്തിലെ പങ്കാളി കൂടിയായിരുന്നുള്ള അദ്ദേഹവും ശുഭാപ്തി വിശ്വാസമാണ് പങ്കുവെക്കുന്നത്. ഇത്തവണയും കലാകിരീടം തൃശ്ശൂർ നിലനിർത്തുമെന്നുള്ള പ്രതീക്ഷയാണ് എല്ലാവർക്കും ഉള്ളത്. കലാനഗരിയിൽ നിന്നും ക്യാമറമാൻ കൃഷ്ണകുമാർ കെ മലയിലിനൊപ്പം അഭിജിത്ത് തലശ്ശേരി, TCV. കേരള സ്കൂൾ കലോത്സവ ജേതാക്കൾക്ക് സമ്മാനിക്കാനുള്ള സ്വർണ്ണക്കപ്പിന് പുതുക്കാട് സ്വീകരണം നൽകി. പുതുക്കാട് എത്തിയ സ്വർണ്ണക്കപ്പ് സംഘാടക സമിതി അധ്യക്ഷൻ കെ രാമചന്ദ്രൻ MLA-യുടെ നേതൃത്വത്തിൽ ഏറ്റുവാങ്ങി സ്വീകരണ കേന്ദ്രമായ സെയിന്റ് ആന്റണീസ് സ്കൂളിൽ എത്തിച്ചു. തുടർന്ന് നടന്ന സ്വീകരണ ചടങ്ങ് കെ രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി ബിബി അധ്യക്ഷയായി. പുതുക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് രതി ബാബു, ജില്ലാ പഞ്ചായത്ത് അംഗം അമ്പിളി വേണു, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ഷിൻഡ സനോജ്, ജോളി ചുക്കിരി തുടങ്ങിയവർ സംസാരിച്ചു. വരന്തരപ്പള്ളി തോട്ടുമുഖം ലിഫ്റ്റ് ഇറിഗേഷന്റെ കോൺക്രീറ്റ് കനാൽ തകർന്ന വെള്ളം പറമ്പുകളിലൂടെ ഒഴുകി പമ്പിംഗ് നിർത്തിവെച്ചു. വരന്തരപ്പള്ളി തോട്ടുമുഖം ലിഫ്റ്റ് ഇറിഗേഷന്റെ വേപ്പൂർ ഭാഗത്ത് നിർമ്മിച്ച കനാലിന്റെ 50 മീറ്ററോളം ഭാഗമാണ് തകർന്നത്. പുലർച്ചെ 4:30യോടെയാണ് സംഭവം. കുറുമാലി പുഴയിൽ നിന്ന് പമ്പ് ചെയ്യുന്ന വെള്ളം പീച്ചി ഇടതുകര കനാലിലേക്ക് എത്തിക്കുന്ന കോൺക്രീറ്റ് കനാലാണ് തകർന്നത്. കനാലിന്റെ ഒരു വശത്തെ ഭിത്തി തകർന്ന് വെള്ളം സ്വകാര്യ വ്യക്തികളുടെ പറമ്പുകളിലൂടെ കുതിച്ചെത്തുകയായിരുന്നു. വേപ്പൂർ കാമ്പുഴ സജീവന്റെ വീട്ടുമുറ്റത്തേക്കും വെള്ളം ശക്തിയായി ഒഴുകിയെത്തി. ടാപ്പിംഗ് ചെയ്തുകൊണ്ടിരുന്ന വരന്തരപ്പള്ളി വരിക്കാനിക്കൽ ഷാർഗ്ദരനാണ് കനാൽ തകർന്നത് കണ്ടത്. ഇവരുടെ പറമ്പിലൂടെ പോകുന്ന കനാൽ തകർന്ന് വലിയ ശബ്ദത്തോടെ വെള്ളം കുതിച്ചെത്തുന്നത് കണ്ട ഷാർഗ്ദരൻ ഓടി മാറുകയായിരുന്നു. ഇറിഗേഷൻ അധികൃതരെ വിവരമറിയിച്ചതോടെയാണ് പമ്പിംഗ് നിർത്തിവെച്ചത്. മുൻപും ഈ കനാലിന്റെ ചില ഭാഗങ്ങൾ തകർന്നിരുന്നു. നിർമ്മാണത്തിലെ അപാകതയാണ് കനാൽ തകരാൻ കാരണമെന്നാണ് ആക്ഷേപം. അപ്പോൾ പെട്ടെന്നൊരു സൗണ്ട് കേട്ട് നോക്കിയപ്പോഴാണ് മുകളിൽ നിന്ന് വെള്ളം കുത്തി ഒലിച്ചു വരുന്ന അപകടാവസ്ഥയിൽ ആൾ ഓടി രക്ഷപ്പെടുകയാണ് ഉണ്ടായെന്നാണ് പറഞ്ഞത്. അത് ഇതിനോട് ചേർന്ന് നടക്കുന്ന ഒരു സജീവൻ കാമ്പുഴ, അവരുടെ വീടിനും കാര്യമായ പ്രശ്നങ്ങൾ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അവരുടെ വീട്ടിലേക്കും കുത്തി ഒലിച്ച് വെള്ളം വന്ന് വീട് നാശാവുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഇനിയും ഇതിൻ്റെ ബാലൻസുള്ള ഭാഗം ഇനി ഇടിയാൻ പാകത്തിനാണ് നിൽക്കുന്നത്. അതും ഏത് സമയം വേണമെങ്കിൽ എപ്പോഴും അപകടം ഉണ്ടാകുന്ന അവസ്ഥയാണ്. സ്വകാര്യ വ്യക്തികളുടെ പറമ്പിലൂടെ നിർമ്മിച്ച 3 കിലോമീറ്ററോളം നീളമുള്ള കനാലിന്റെ പല ഭാഗങ്ങളും അപകട ഭീഷണിയിലാണ്. ഉയർന്ന ഭാഗങ്ങളിലൂടെ കടന്നുപോകുന്ന കനാൽ തകർന്നാൽ വെള്ളം താഴ്ന്ന പ്രദേശത്തെ വീടുകളിലേക്കും പറമ്പുകളിലേക്കുമാണ് എത്തുന്നത്. തോട്ടുമുഖം പമ്പ് ഹൗസിൽ നിന്ന് പൈപ്പ് മാർഗം കുട്ടഞ്ചിറ കുന്നിലെ ടാങ്കിലെത്തിക്കുന്ന വെള്ളം കോൺക്രീറ്റ് കനാലിലൂടെയാണ് ഇടതുകര കനാലിലേക്ക് എത്തിക്കുന്നത്. അപകടാവസ്ഥയിലായ കനാൽ പൊളിച്ചു നീക്കി പുനർനിർമ്മിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. TCV പുതുക്കാട്. ഇടവേള. Ceramic Center, tiles, bath fittings, sanitary ware, wallpaper, wooden and SPC flooring, variety range of kitchen sinks, all in one roof. Ceramic Center.
ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തുക്കുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിൻഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സെറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സെറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. ലിയോസ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ 7th ആനിവേഴ്സറി പ്രമാണിച്ച് ഡിസംബർ 5 മുതൽ ജനുവരി 5 വരെ തൃശൂരിൽ വീണ്ടും ഓഫറുകളുടെ പൂരം കൊടിയേറുന്നു. 30 ദിവസം 0% പണിക്കൂലിയിൽ സ്വർണം വാങ്ങുവാനുള്ള സുവർണാവസരം. കൂടാതെ വിവാഹ പാർട്ടികൾക്ക് 1% നൽകി അഡ്വാൻസ് ബുക്കിംഗ് ചെയ്യുവാനുള്ള സൗകര്യം. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. മുടിയുടെ കാര്യമാണ്, സ്കിന്നിന്റെയും കാര്യമാണ്. അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല. നെല്ലിക്ക, നീലയമരി, ബ്രഹ്മി, കയ്യോന്നി, അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡൈ, ഇപ്പോൾ ഹരിതയിൽ നിന്നും. വാർത്തകളിലേക്ക് വീണ്ടും. കുണ്ടന്നൂർ മാവിൻചുവട് പരിസരത്ത് പൊന്തക്കാട് വൃത്തിയാക്കുന്നതിനിടയിൽ 5 പേർക്ക് കടന്നൽ കുത്തേറ്റു. ചിരിയങ്കണ്ടത്ത് LC, ലോട്ടറി വിൽപ്പന തൊഴിലാളി പുൽക്കൂട്ടിൽ ഷീബ എന്നിവർക്കും ഇവരെ രക്ഷിക്കാനെത്തിയ മേക്കാട്ടുകുളം ദേവസി, മകൻ ഡോൺ, വീട് നിർമ്മാണ തൊഴിലാളിയായ എരുമപ്പെട്ടി സ്വദേശി പ്രസാദ് എന്നിവർക്കുമാണ് കടന്നൽ കുത്തേറ്റത്. വഴിയാത്രക്കാർക്കും കുത്തേറ്റിട്ടുണ്ട്. കടന്നൽ ആക്രമണത്തിൽ സാരമായി പരിക്കേറ്റ LC, ഷീബ, ദേവസി, ഡോൺ എന്നിവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തെ തുടർന്ന് ഏറെ നേരം പ്രദേശത്ത് ഗതാഗതം തടസ്സപ്പെട്ടു. ഞങ്ങളിവിടെ പണിയെടുക്കായിരുന്നു. അപ്പോഴാണ് കരച്ചിൽ കേട്ടിട്ട് ഞങ്ങൾ റോട്ടിൽ ഇറങ്ങിയപ്പോൾ തേനീച്ച് കുത്തുന്നുണ്ട് ചേച്ചിനെ. അപ്പം ഞങ്ങൾ ഓടിച്ചിട്ട് ചെന്നിട്ട് രക്ഷിക്കാൻ വന്നപ്പോൾ എൻ്റെ വില കുത്തി പുറത്ത് കണ്ണിൻ്റെ ഇവിടെ കണ്ട, പിന്നെ ബാക്കിൽ ഈ ചേട്ടന് കുത്തിയിട്ട് അപ്പോഴേക്കും ആകെ എന്നെ വളഞ്ഞപ്പോൾ ഞാൻ അങ്ങോട്ട് ഓടി പോകുന്നു. പിന്നാലെ ഫുള്ളായി ഇവിടെ അപ്പോഴേക്കും എന്നിട്ട് ഓടിച്ചിരുന്നു ഞങ്ങൾ. കേരള സമുദ്ര മത്സ്യബന്ധന നിയന്ത്രണ നിയമം ലംഘിച്ച് കണ്ണിവലിപ്പം കുറഞ്ഞ വലകൾ ഉപയോഗിച്ച് അനധികൃതമായി മത്സ്യബന്ധനം നടത്തിയ ബോട്ട് ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് സംഘം പിടികൂടി. അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ KP ഗ്രേസിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രത്യേക മിന്നൽ കോമ്പിംഗ് ഓപ്പറേഷന്റെ ഭാഗമായാണ് പൊന്നാനി അഴീക്കൽ സ്വദേശി കോയാലിക്കാനകത്ത് വീട്ടിൽ നൈനാർ എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള ഇസാത്ത് 2 എന്ന ബോട്ട് പിടിച്ചെടുത്തത്. ബോട്ടിലുണ്ടായിരുന്ന മത്സ്യം അഴീക്കോട് ഫിഷറീസ് ഫിഷ് ലാൻഡിംഗ് സെന്ററിൽ പരസ്യലേലം ചെയ്ത് ലഭിച്ച 8,500 രൂപ സർക്കാരിലേക്ക് കണ്ടുകെട്ടുകയും 90,000 രൂപ പിഴ ഈടാക്കുകയും ചെയ്തു. അനധികൃത മത്സ്യബന്ധനം നടത്തുന്ന യാനങ്ങൾക്കെതിരെ കർശന നിയമ നടപടി സ്വീകരിക്കുമെന്ന് ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ C. സീമ അറിയിച്ചു. വെട്ടുകടവ് പാലത്തിൽ നിന്നും കഴിഞ്ഞ ദിവസം ചാലക്കുടി പുഴയിലേക്ക് ചാടിയ യുവാവ് മരിച്ചു. മേലൂർ മുള്ളൻപാറ മരങ്ങാട്ടുപറമ്പിൽ ശശിധരന്റെ മകൻ 36 വയസ്സുള്ള വിമൽകുമാറാണ് മരിച്ചത്. അമിതമായി മദ്യപിച്ച് വീട്ടിലെത്തിയ യുവാവ് അച്ഛനുമായി ബലപ്രയോഗം നടന്നിരുന്നു. ഇതിനിടെ ശശിധരന്റെ തലയ്ക്ക് മുറിവേൽക്കുകയും ചെയ്തു. തുടർന്നാണ് വിമൽകുമാർ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയി പുഴയിലേക്ക് ചാടിയത്. ചാലക്കുടി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ഇരിഞ്ഞാലക്കുട കാട്ടൂരിൽ പോലീസ് ജീപ്പ് പിടിച്ച് പരിക്കേറ്റ സൈക്കിൾ യാത്രികൻ മരിച്ചു. കാട്ടൂർ ഇല്ലിക്കാട് സ്വദേശി ചാലിശ്ശേരി വീട്ടിൽ 83 വയസ്സുള്ള ജോസ് ആണ് മരിച്ചത്. കഴിഞ്ഞ ദിവസമായിരുന്നു അപകടം. ജോസ് സൈക്കിളിൽ റോഡ് മുറിച്ചു കടക്കുന്നതിനിടയിൽ കാട്ടൂർ പോലീസ് സ്റ്റേഷനിലെ ജീപ്പ് ഇടിക്കുകയായിരുന്നു. ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. ഗുരുവായൂർ പടിഞ്ഞാറേ നടയിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ച് 4 പേർക്ക് പരിക്കേറ്റു. മുതുവട്ടൂർ നീലങ്കാവിൽ ഷിനു ജോസ്, മക്കളായ ആശ്വിൻ, കണ്ടാണശ്ശേരി വടക്കത്ത് അഭിനന്ദ് എന്നിവർക്കാണ് പരിക്കേറ്റത്. പടിഞ്ഞാറേ നട കമ്പിപ്പാലത്തിന് സമീപമായിരുന്നു അപകടം. ഷിനു ബൈക്കിൽ മക്കളെ സ്കൂളിൽ നിന്ന് വിളിച്ചുകൊണ്ടു പോകുകയായിരുന്നു. എതിരെ വന്ന ബസ്സിനെ മറികടന്നെത്തിയ അഭിനന്ദിന്റെ ബൈക്കുമായാണ് കൂട്ടിയിടിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ റോഡിലേക്ക് തെറിച്ചു വീണ അഭിനന്ദ് ബസ്സിന് മുന്നിലേക്കാണ് വീണത്. ബസ് ഉടൻ ബ്രേക്കിട്ട് നിർത്തിയതിനാൽ വലിയ അപകടം ഒഴിവായി. പരിക്കേറ്റവരെ ആക്സ് പ്രവർത്തകർ തൃശൂരിലെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. മറ്റത്തൂർ പഞ്ചായത്തിലെ BJP കോൺഗ്രസ് അവിശുദ്ധ സഖ്യത്തിനെതിരെ CPM കൊടകര പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. ഡോക്ടർ P. സരിൻ ഉദ്ഘാടനം ചെയ്തു. അതിലൊക്കെയുള്ള സാഹചര്യങ്ങൾ ബോധപൂർവം അവാസ്തവം പ്രചരിപ്പിച്ച്, അസത്യം പ്രചരിപ്പിച്ച്, ഇല്ലാത്ത കഥകൾ പ്രചരിപ്പിച്ച് ഉണ്ടാക്കിക്കൊണ്ടേയിരുന്നു. CPM ഏരിയ കമ്മിറ്റി അംഗം KC ജെയിംസ് അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി PK ശിവരാമൻ, ജില്ലാ കമ്മിറ്റി അംഗം TA രാമകൃഷ്ണൻ, KJ ഡിക്സൺ, PR പ്രസാദൻ തുടങ്ങിയവർ സംസാരിച്ചു.
മില്ലുകാരുടെ അനാസ്ഥയിൽ നെല്ല് സംഭരണം വൈകിയ സംഭവത്തിൽ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് കർഷക സംഘം ജില്ലാ വൈസ് പ്രസിഡന്റ് എം ബാലാജി പറഞ്ഞു. പോർക്കുളം പഞ്ചായത്തിലെ കാഞ്ഞിരപ്പാടം പാടശേഖരത്തിൽ 80 ഏക്കർ മുണ്ടകൻ രണ്ടാം വിളവാണ് ഡിസംബർ 26-ന് കൊയ്ത്തു കഴിഞ്ഞിട്ടും പാടി കോർപ്പറേഷനുമായി രജിസ്റ്റർ ചെയ്ത് സർക്കാരുമായി കരാറുണ്ടായിട്ടും മില്ലുകാർ അകാരണമായി നെല്ല് ഏറ്റെടുക്കാതെ കർഷകരെ പ്രതിസന്ധിയിലാക്കിയത്. വൻകിട കർഷകരല്ല എന്നതിനാൽ കൊയ്തെടുത്ത നെല്ല് സൂക്ഷിച്ചുവെക്കാൻ സൗകര്യങ്ങളില്ലാത്തതിനാൽ നെല്ല് വന്യമൃഗങ്ങൾ നശിപ്പിക്കുകയും പൂപ്പലും മുളയും വന്ന് നശിക്കുകയുമാണെന്ന് ഭാരവാഹികൾ പറഞ്ഞു. കർഷക സംഘം ഏരിയ സെക്രട്ടറി കെ ബി ജയൻ, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി ജി രഘുനാഥ്, കർഷക സംഘം ഏരിയ എക്സിക്യൂട്ടീവ് അംഗം എം ടി പോൾസൻ, വി കെ ജയൻ, അഖില മുകേഷ് എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. കുന്നംകുളം നഗരത്തിൽ ശക്തമായ കാറ്റിൽ ഫ്ലക്സ് ബോർഡ് തകർന്നു. പഴയ ബസ് സ്റ്റാൻഡിന് സമീപം ഇരുമ്പ് ചട്ടക്കൂടിൽ സ്ഥാപിച്ച ഫ്ലക്സ് ബാനറാണ് കാറ്റിൽ കീറിപ്പറിഞ്ഞത്. തിരക്കേറിയ റോഡിന് സമീപത്താണ് ഈ ബോർഡ് സ്ഥാപിച്ചിരുന്നത്. പ്രദേശത്ത് അപ്രതീക്ഷിതമായി വീശിയ ശക്തമായ കാറ്റിന്റെ ശക്തിയിൽ ഫ്ലക്സ് ബോർഡ് പൂർണ്ണമായും കീറുകയും ഇരുമ്പ് ഫ്രെയിമിൽ നിന്ന് വേർപെടുകയും ചെയ്തു. റോഡിന് മുകളിലൂടെ താഴ്ന്നു കിടക്കുന്ന വൈദ്യുത ലൈനുകളിലേക്ക് തൊട്ടടുത്ത ഈ ബോർഡ് സ്ഥിതി ചെയ്യുന്നത്. ബോർഡ് പൂർണ്ണമായും ഇളകി താഴെയുള്ള യാത്രക്കാരുടെ മേൽ വീഴാൻ സാധ്യതയുള്ളതിനാൽ നഗരസഭ ഇടപെട്ട് അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് ഓട്ടോ ഡ്രൈവർമാരും വ്യാപാരികളും ആവശ്യപ്പെട്ടു. സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിയിലേക്ക് എത്തിക്കുന്ന സ്വർണ്ണക്കപ്പിന് വടക്കാഞ്ചേരിയിൽ ഊഷ്മളമായ വരവേൽപ്പ് നൽകി. വടക്കാഞ്ചേരി സബ് ട്രഷറി ഓഫീസിൽ സൂക്ഷിച്ചിരുന്ന സ്വർണ്ണക്കപ്പ് അധികൃതർ ഏറ്റുവാങ്ങിയതിനു ശേഷം വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ വടക്കാഞ്ചേരി ബോയ്സ് ഹൈസ്കൂളിൽ എത്തിച്ചു. തുടർന്ന് നടന്ന യോഗം സേവ്യർ ചിറ്റിലപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ PN സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ഡിവിഷൻ കൌൺസിലർ PN വൈശാഖ്, പ്രധാനാധ്യാപിക MM സീമ, പ്രിൻസിപ്പാൾ ലതീഷ് R നാഥ്, PTA പ്രസിഡന്റ് CU പുഷ്പരാജ് തുടങ്ങിയവർ പങ്കെടുത്തു. ഗുരുവായൂർ നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരെ തെരഞ്ഞെടുത്തു. വികസനകാര്യം ഷാനി റജി, ക്ഷേമകാര്യം V അനൂപ്, പൊതുമരാമത്ത് AT ഹംസ, ആരോഗ്യം ബിന്ദു അജിത് കുമാർ, വിദ്യാഭ്യാസം രതി ജനാർദ്ദനൻ എന്നിങ്ങനെയാണ് തെരഞ്ഞെടുത്തത്. N വിജയകുമാർ വരണാധികാരിയായിരുന്നു. UDF BJP അംഗങ്ങൾ തെരഞ്ഞെടുപ്പിന് എത്തിയില്ല. ഇതേ തുടർന്ന് എതിരില്ലാതെയാണ് ഇവർ തെരഞ്ഞെടുക്കപ്പെട്ടത്. ചുമതലയേറ്റ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരെ നഗരസഭാ ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ, വൈസ് ചെയർപേഴ്സൺ KJ ജ്യോതിരാജ് എന്നിവർ ചേർന്ന് അനുമോദിച്ചു. നഗരസഭയിലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ സുഖകരമായി പൂർത്തീകരിച്ച വരണാധികാരിക്കും സഹപ്രവർത്തകർക്കും ഉപഹാരം സമ്മാനിച്ചു. കയ്പമംഗലം കാളമുറിയിൽ പറമ്പിലെ പുല്ലിന് തീപിടിച്ചത് പരിഭ്രാന്തി പരത്തി. സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ ഉണങ്ങിയ പുല്ലാണ് കത്തിയത്. ഉടൻ തന്നെ നാട്ടുകാർ ചേർന്ന് മോട്ടോർ പമ്പ് ഉപയോഗിച്ചും മറ്റും വെള്ളം പമ്പ് ചെയ്ത് തീ അണച്ചതിനാൽ അനിഷ്ട സംഭവങ്ങൾ ഒഴിവായി. വാർഡ് മെമ്പർ അൻസാമോൾ, പൊതുപ്രവർത്തകരായ ഷാജി, ഷഫീഖ്, ശിഹാബ്, ഹനീഫ, ജംഷി, രോഹിത് തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് തീ അണച്ചത്. ഗുരുവായൂർ ദേവസ്വം ബോർഡ് നിയമനങ്ങൾ സുതാര്യമാക്കണമെന്ന് യുവമോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി വിഷ്ണു വഞ്ചിമല. ഗുരുവായൂർ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകൾ ആശങ്കാജനകമാണ്. ജോലിക്കു വേണ്ടി ഉറക്കമൊഴിച്ചിരുന്ന് പഠിച്ച് ഫീസ് അടച്ച് പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികൾ പെരുവഴിയിലായി. 500 രൂപയ്ക്ക് മുകളിൽ 1 ലക്ഷത്തിലധികം ഉദ്യോഗാർത്ഥികൾ ആണ് യോഗ്യതാ പരീക്ഷ എഴുതിയത്. ഫീസ് എന്ന നിലയിൽ കോടികളാണ് ദേവസ്വം ബോർഡ് പിരിച്ചെടുത്തത്. പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളിൽ നിന്നും ഈടാക്കിയ ഫീസ് തിരിച്ചു നൽകണമെന്നും ദേവസ്വത്തിന്റെ പിൻവാതിൽ നിയമനം പൂർണ്ണമായും അവസാനിപ്പിക്കണമെന്നും യുവമോർച്ച ജനറൽ സെക്രട്ടറി ആവശ്യപ്പെട്ടു. ലേബർ കോഡുകൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് CITU ചാവക്കാട് താലൂക്ക് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹെഡ് പോസ്റ്റ് ഓഫീസ് ഉപരോധം സംഘടിപ്പിച്ചു. CITU അഖിലേന്ത്യാ വർക്കിംഗ് കമ്മിറ്റി അംഗം പ്രസന്നകുമാരി ഉദ്ഘാടനം ചെയ്തു. CITU തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് KV ഷീബ അധ്യക്ഷത വഹിച്ചു. NK അക്ബർ MLA, CITU അഖിലേന്ത്യാ വർക്കിംഗ് കമ്മിറ്റി അംഗം RV ഇക്ബാൽ, CPM ജില്ലാ കമ്മിറ്റി അംഗം C സുമേഷ് തുടങ്ങിയവർ സംസാരിച്ചു. മാള മേഖലയിലെ പാടശേഖരങ്ങളിൽ നിന്ന് നീലക്കോഴികളെ തുരത്താൻ കർഷകർ കണ്ടെത്തിയ പ്രതിരോധം ഫലവത്തായി. നീലക്കോഴികൾ കഴിഞ്ഞിരുന്ന പാടശേഖരങ്ങളിൽ പതിവിലും കൂടുതൽ വെള്ളം കെട്ടിനിർത്തിയാണ് പ്രതിരോധിച്ചത്. സാധാരണ വെള്ളത്തിന്റെ അളവ് 4 ഇഞ്ചായിരുന്നത് 10 വരെ ആക്കിയാണ് കർഷകർ പരീക്ഷിച്ചത്. ഈ പരീക്ഷണം വിജയിച്ചതോടെ പല പാടശേഖരങ്ങളിൽ നിന്നും നീലക്കോഴികൾ ഒഴിഞ്ഞു. എല്ലാ വർഷവും നീലക്കോഴികൾ പാടം നിറയെ ഉണ്ടാകാറുണ്ട്. ഒരു ദിവസം ശരാശരി 10 സെന്റോളം സ്ഥലത്തെ നെൽച്ചെടികൾ വെട്ടിയിടുന്ന രീതിയാണ് നീലക്കോഴികൾക്കുള്ളത്. ചതുപ്പുകളിലും ജലാശയങ്ങളിലും നെൽകൃഷിയിടങ്ങളിലും കാണുന്ന ഈ പക്ഷി കോഴിയുമായി സാദൃശ്യമുള്ളതാണെങ്കിലും താറാവിനെ പോലെ വെള്ളത്തിലാണ് ജീവിക്കുന്നത്. വെള്ളം സമൃദ്ധമായുള്ള സ്ഥലങ്ങളിലാണ് റാലിഡേ ഇനത്തിലുള്ള ഇവ താവളം കണ്ടെത്തുന്നത്.
നെൽച്ചെടികൾ പൂർണ്ണമായി മുറിച്ചിട്ട ശേഷം അതിന്റെ ചില ഭാഗങ്ങൾ മാത്രമാണ് തിന്നാറുള്ളത്. മാള മേഖലയിൽ ഇത്തവണ വിവിധ പാടശേഖരങ്ങളിലായി 30 ഏക്കർ സ്ഥലത്ത് കുറുവ, ചിറ്റേനി, പട്ടാമ്പി, പൗർണമി, ഉമ എന്നിവയാണ് കൃഷി ചെയ്തിട്ടുള്ളത്. 8 വർഷമായി ഓരോ തവണയും 3.5 ലക്ഷം രൂപ നഷ്ടം വരാറുണ്ട്. വെള്ളം 10 അടിയോളം കെട്ടിനിർത്തിയതോടുകൂടിയാണ് നീലക്കോഴികൾ ഒഴിഞ്ഞത്. കൊയ്ത്താരംഭിച്ചപ്പോൾ തന്നെ ലാഭകരമാകുമെന്ന പ്രതീക്ഷയുണ്ടായതായി കർഷകനായ PS ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. ഇത് ഏകദേശം ഒരു 30 ഏക്കറോളം ഞങ്ങൾ സ്ഥിരമായിട്ട് കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. 5 ഏക്കറൊക്കെ കൊയ്യാൻ കിട്ടാറുള്ളൂ. ഈ തവണ 30 ഏക്കറയും നമുക്ക് ലാഭകരമായിട്ട് കൃഷി ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. TCV ന്യൂസ്, മാള. ലഹരി വിൽപ്പനയുമായി ബന്ധപ്പെട്ട കേസിൽ ജാമ്യത്തിൽ ഇറങ്ങിയതിനു ശേഷം വിദേശത്തേക്ക് കടന്ന പ്രതിയെ കുന്നംകുളം പോലീസ് വിമാനത്താവളത്തിൽ നിന്നും പിടികൂടി. ചെമ്മണ്ണൂർ സ്വദേശി അരുണിനെയാണ് കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകളിലേക്ക് വീണ്ടും. മേലടൂർ ഗവൺമെന്റ് സമിതി ഹയർ സെക്കൻഡറി സ്കൂളിന്റെ വാർഷിക ആഘോഷം അന്നമനട പാലാട്ടി കുടിയേറ്റം നിർവഹിക്കും. ശനിയാഴ്ച രാവിലെ വീടുകളിലേക്ക് അമ്പെഴുന്നള്ളിപ്പ് നടക്കും. ഞായറാഴ്ച രാവിലെ നടക്കുന്ന ആഘോഷമായ തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ വിപിൻ കുരിശുതറ കാർമ്മികനാകും. വൈകിട്ട് പ്രദക്ഷിണം നടക്കുമെന്ന് വികാരി ഫാദർ ജോർജ് വേഴപ്പറമ്പിൽ, അസിസ്റ്റന്റ് വികാരി മെജിൻ കല്ലേലി എന്നിവർ അറിയിച്ചു. അപകടത്തെ തുടർന്ന് ശരീരം തളർന്ന യുവാവിനും അമ്മയ്ക്കും വാടകയ്ക്ക് താമസിക്കുന്ന കൊച്ചുമുറിയിൽ നിന്നും ഇറങ്ങിക്കൊടുക്കേണ്ട അവസ്ഥയാണ്. സുഹൃത്തുക്കളും നാട്ടുകാരും ചേർന്ന് കൂപ്പൺ അടിച്ചിറക്കി നിരാലംബരായ ഇവർക്ക് വീടൊരുക്കാനുള്ള ശ്രമത്തിലാണ്. സുഹൃത്തുമൊത്ത് പെട്ടിവണ്ടിയിൽ മീൻ കച്ചവടം നടത്തുകയായിരുന്ന മണലൂർ കാരമുക്ക് സ്വദേശി അഖിലിന് 3 വർഷം മുൻപുണ്ടായ ബൈക്ക് അപകടത്തിൽ ശരീരം പൂർണ്ണമായി തളർന്നു. നാട്ടുകാരുടെയും സുമനസുകളുടെയും കാരുണ്യത്തിൽ നടന്ന ചികിത്സയെ തുടർന്ന് ഇപ്പോൾ കൈവിരലുകൾ ചെറുതായി അനക്കാൻ സാധിക്കും. സമീപ പ്രദേശങ്ങളിലെ സന്നദ്ധ പ്രവർത്തകർ ഫിസിയോതെറാപ്പി അടക്കം സൗജന്യമായി നൽകി അഖിലിനെ ജീവിതത്തിലേക്ക് കരകയറ്റാൻ ശ്രമിച്ചു. വീൽചെയറും സംഘടിപ്പിച്ചു നൽകി. വീട്ടുപണികൾക്ക് പോയിരുന്ന അഖിലിന്റെ അമ്മ അംബുജത്തിന് മകനെ ശുശ്രൂഷിക്കാൻ നിൽക്കേണ്ടതിനാൽ തുടർന്ന് ജോലിക്ക് പോകാൻ കഴിയാത്ത അവസ്ഥയായി. തുടർന്ന് നിത്യജീവിതത്തിനുള്ള ചെലവിനായി അഖിൽ മൊബൈൽ റീചാർജിംഗ് ആരംഭിച്ചു. അഖിലിന് താങ്ങാകാൻ സുഹൃത്തുക്കൾ ഒപ്പം നിന്നു. മെഡിക്കൽ കോളേജിൽ ട്രീറ്റ്മെന്റ് എടുത്തു. പിന്നീടാണ് മനസ്സിലായത് സ്പൈനൽ കോഡിനാണ് ഇഞ്ചുറി പറ്റിയതെന്നല്ല. അതിനുശേഷം എൻ്റെ അരക്ക് താഴെ തളർന്നു. അതുപോലെ കൈകൾക്ക് സ്വാധീനക്കുറവുണ്ടായി. എന്നാലും ഒരുപാട് നല്ല ആൾക്കാരുടെ സഹായം ഉണ്ടായത് കൊണ്ട് തന്നെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി. 2000 രൂപ വാടകയ്ക്ക് ഒരു വീടിന്റെ പുറകുവശത്ത് ഒരു ചെറിയ സ്റ്റോർ റൂമിന് സമാനമായ ഇടത്തിലാണ് അഖിലും അമ്മയും താമസിക്കുന്നത്. വീട്ടുടമസ്ഥർ ഒഴിയണമെന്നാവശ്യപ്പെട്ടതോടെ പെരുവഴിയിലാകുന്ന സാഹചര്യത്തിൽ അഖിലിനെ സഹായിക്കാനും നാട്ടുകാരെത്തി. ചികിത്സാ സഹായ സമിതി കേരളത്തിലെയും പുറത്തും വിദഗ്ധരായിട്ടുള്ള ഡോക്ടർമാരുടെ ചികിത്സ ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിച്ച് ആ ചെറുപ്പക്കാരൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയുള്ള നടപടി സ്വീകരിച്ചു. ആ അഖിൽ എന്ന ചെറുപ്പക്കാരൻ ഒരു വീട് പണിയുന്നതിന് വേണ്ടി കമ്മിറ്റി കൂടി ഒരു സമ്മാന കൂപ്പൺ പുറത്തിറക്കി. ഈ മാസം 31-ന് അതിന് നറുക്കെടുപ്പ് നടത്തി ആ സംഖ്യ കൊണ്ട് ഒരു വീട് പണിയാനും സ്ഥലം വാങ്ങാനുമുള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. നാട്ടുകാർ അഖിലിനു വേണ്ടി സമ്മാന കൂപ്പൺ പുറത്തിറക്കിയിരിക്കുകയാണ്. 10 ലക്ഷത്തിലധികം രൂപ വില വരുന്ന സ്ഥലത്തിന് അഡ്വാൻസ് കൊടുത്തു. വീട് പണിയാനും സ്ഥലം രജിസ്ട്രേഷൻ നടത്താനുമുള്ള തുക സമ്മാന കൂപ്പൺ വഴി സ്വരൂപിക്കാനുള്ള ശ്രമത്തിലാണ് നാട്ടുകാർ. സ്വന്തമായ ഒരു ഭവനവും പ്രായമായ മാതാവിനെ പോറ്റാൻ ശരീരം ഭാഗികമായി തളർന്ന അവസ്ഥയിലും മനസാന്നിധ്യം നഷ്ടപ്പെടാത്ത അഖിലിന് ഒരു വരുമാന മാർഗവും കൂടി ഉണ്ടാക്കി കൊടുക്കണമെന്ന ലക്ഷ്യത്തിലേക്ക് പ്രയാണം തുടരുകയാണ് കൂട്ടുകാരും നാട്ടുകാരും. TCV തൃശൂർ. KPMS സംസ്ഥാന സമ്മേളനത്തിന്റെ മുന്നോടിയായുള്ള ജില്ലാ യൂണിയൻ സമ്മേളനങ്ങൾക്ക് 18-ന് തുടക്കമാകും. രാവിലെ 10-ന് ഇരിഞ്ഞാലക്കുട യൂണിയൻ സമ്മേളനം KPMS സംസ്ഥാന പ്രസിഡന്റ് PA അജയ് ഘോഷും മുരിയാട് യൂണിയൻ സമ്മേളനം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം TA വേണുവും ഉദ്ഘാടനം ചെയ്യും. മാർച്ച് 15 മുതൽ 17 വരെ എറണാകുളം ടൗൺ ഹാളിലാണ് സംസ്ഥാന സമ്മേളനം നടക്കുക. വാർത്താ സമ്മേളനത്തിൽ T വേണു, PN സുരൻ, PV പ്രതീഷ് എന്നിവർ പങ്കെടുത്തു.
അങ്കണവാടികളിലേക്ക് കൊണ്ടാഴി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പുസ്തക വിതരണവും പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ഫർണിച്ചറും വിതരണം ചെയ്തു. UR പ്രദീപ് MLA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് PK സത്യഭാമ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം KR സത്യൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജിൻസി, കൊണ്ടാഴി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷേർലി ജോൺസൺ തുടങ്ങിയവർ സംസാരിച്ചു. കണ്ടശാംകടവ് സെന്റ് മേരീസ് ഫൊറോന പള്ളിയിൽ തിരുനാൾ ആഘോഷിച്ചു. ദിവ്യബലിക്ക് ഫാദർ പോൾ മുട്ടത്ത് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ അജിത്ത് ചിറ്റിലപ്പള്ളി, ഫാദർ സനൽ മാളിയേക്കൽ എന്നിവർ സഹകാർമ്മികരായിരുന്നു. പ്രദക്ഷിണത്തിൽ നിരവധി ഭക്തരാണ് പങ്കെടുത്തത്. പെരുമ്പിലാവ് പരുവക്കുന്ന് ഫെസ്റ്റ് വർണ്ണാഭമായി. പ്രാദേശിക ആഘോഷ കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് ഫെസ്റ്റ് സംഘടിപ്പിച്ചത്. കൂട്ടിയെഴുന്നള്ളിപ്പിൽ 8ഓളം ആനകൾ അണിനിരന്നു. വിവിധ വാദ്യമേളങ്ങൾ അകമ്പടിയായി. കുന്നംകുളം ഭാവന റോഡിൽ കുടിവെള്ള പൈപ്പ് പൊട്ടിയതിനെ തുടർന്ന് കുടിവെള്ളം ദിവസങ്ങളായി പാഴായി പോകുന്നു. പുതിയ സ്റ്റാൻഡിലേക്ക് പോകുന്ന റോഡിന്റെ വശത്താണ് പൈപ്പ് പൊട്ടി വെള്ളം കാനയിലേക്ക് ഒഴുകിപ്പോകുന്നത്. ഇനി സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 13,065 രൂപ, പവന് 1,04,520 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സാധാരണക്കാരുടെ ഹൃദയത്തിന്റെ പൊന്ന്. ഇനി മുതൽ തൃശൂർ MG റോഡിലും. കൗമാര കലാപൂരത്തിന് ബുധനാഴ്ച പൂരനഗരിയിൽ തിരശ്ശീല ഉയരും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കും. സമഗ്ര കവറേജുമായി TCV. സ്വർണ്ണക്കപ്പ് ഘോഷയാത്രയ്ക്ക് കലാനഗരിയിൽ ആവേശ സ്വീകരണം. സ്വർണ്ണക്കപ്പ് ഘോഷയാത്രയിൽ അണിനിരന്ന വിദ്യാർത്ഥികളും ജനപ്രതിനിധികളും. വരദനപ്പള്ളി തോട്ടുമുഖം ലിഫ്റ്റ് ഇറിഗേഷന്റെ കോൺക്രീറ്റ് കനാൽ തകർന്നു. പ്രദേശത്തെ പറമ്പുകളിലേക്ക് വെള്ളം ഒഴുകിയെത്തി. നിർമ്മാണത്തിലെ അപാകതയാണ് കനാൽ തകരാൻ കാരണമെന്ന് ആക്ഷേപം. കുണ്ടന്നൂർ മാവിൻചുവട് പരിസരത്ത് പൊന്തക്കാട് വൃത്തിയാക്കുന്നതിനിടയിൽ 5 പേർക്ക് കടന്നൽ കുത്തേറ്റു. സാരമായി പരിക്കേറ്റ 3 പേരെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മത്സ്യബന്ധന നിയന്ത്രണ നിയമം ലംഘിച്ച് അനധികൃത മത്സ്യബന്ധനം നടത്തിയ ബോട്ട് ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് സംഘം പിടികൂടി. ബോട്ടുടമയിൽ നിന്ന് 90,000 രൂപ പിഴ ഈടാക്കി. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.